ആർക്കെങ്കിലും ഉത്കണ്ഠയുണ്ടായോ? തെലുങ്കാനയിൽ നടക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറക്കില്ലല്ലോ. എത്ര ദിവസം തെലുങ്കാന പരസ്യം പറഞ്ഞത്? നേരത്തെ രാജസ്ഥാൻ മാത്രമായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ ഭരണം ഇല്ലാത്തതുകൊണ്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, രാജസ്ഥാനിൽ എന്നും രാജസ്ഥാൻ മാത്രം. തെലുങ്കാനയിലെ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞല്ലോ, കേരളത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ ട്വിറ്റർ പഴയ എക്സ് ഒക്കെ നോക്കുന്നുണ്ടാവുമല്ലോ, കേരളത്തിന് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകണമല്ലോ. കാരണം ക്യാബിനറ്റ് റാങ്ക് കർണാടകയിലുള്ള ആളാണല്ലോ ഇവിടുത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ കർണാടകയുടെ അദ്ദേഹം ബുദ്ധിപൂർവ്വമാണ്. ആദ്യം കർണാടകയിൽ വന്നാൽ ക്യാബിനറ്റ് റാങ്കുകാരൻ്റെ പ്രചരണത്തിന് വേണ്ടി കർണാടകയുടെ പണം ചെലവഴിക്കുന്നോ എന്ന് പെട്ടെന്ന് പകൽ വെളിച്ചം പോലെ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് കനകേലു ബുദ്ധിയിൽ താൻ ക്യാബിനറ്റ് റാങ്കുള്ള സ്റ്റേറ്റിൻ്റെ വേണ്ട, കോൺഗ്രസിന് അവശേഷിക്കുന്ന മറ്റൊരു സ്റ്റേറ്റിൻ്റെ ചെലവിലൂടെ നടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ തെലുങ്കാനയിൽ ഇപ്പോൾ വേറെ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ പിന്നെയും തമിഴ്നാട് കൊടുക്കാൻ നമ്മൾ ചേർന്നെന്ന് കരുതാം. ഇത് തെലുങ്കാനക്കാരിവിടെ ആകെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. തെലുങ്കാനയിൽ എന്ത് നടക്കുമെന്ന് ആലോചിക്കാൻ. ഇത്രയും പണം കോടികൾ ഒരു എങ്ങനെയാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം. അവനെക്കുറിച്ച് രോഷം കണ്ടില്ലല്ലോ. തെലുങ്കാനയിലെ ജനങ്ങളുടെ പണം ഇവിടെ കേരളത്തിന് ആളുകൾക്ക് വേണ്ടി പരസ്യത്തിന് ചെലവഴിക്കുമ്പോൾ അധികാര ദുർവിനിയോഗമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയിൽ നിങ്ങളൊന്നും ചോദിക്കാത്തതെന്താ?